അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല വാർത്തകളൊന്നും അല്ലല്ലോ വരുന്നത്, അല്ലേ? നമുക്ക് നല്ല വാർത്തകളല്ല മനസ്സിന് സുഖം പകരുന്ന നല്ല വാർത്തകൾ പ്രതീക്ഷയാണ് ഓരോ പ്രഭാതത്തിലും ഇവിടെ എത്തുന്നത്. പക്ഷേ പ്രേക്ഷകരെ, എന്ത് ചെയ്യാം, നമ്മുടെ ഗതി ഇതാണ്. അതെ, ഇനി ഒരു നല്ല വാർത്ത വരുന്നുണ്ട്. അതെ അല്ലേ? അതും ഞാൻ തന്നെ വായിക്കാം. പിന്നെ നല്ല വാർത്തകൾ എപ്പോഴും അശ്വതിയാണല്ലോ വായിക്കാറുള്ളത്. തീർച്ചയായും. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമങ്ങളുടെ ഭാഗമായി ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. കോട്ടയം മാടപ്പള്ളിയിൽ ഇന്ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യ പ്രഭാഷണം നടത്തും. ഭാരതത്തിലെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുക. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. ഞാനും അനിൽ നമ്പ്യാരും ഇങ്ങനെ പറയുമായിരുന്നേ, രാവിലെ മുതൽ ഞങ്ങൾ ഫുൾ നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇതാ 44 മിനിറ്റ് പിന്നിടുമ്പോൾ മിഥുൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുത്തൻപുളരിൽ ആദ്യമായി ഒരു പോസിറ്റിവിറ്റി പകരുന്ന വാർത്ത. എന്തായാലും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശതാബ്ദി കാര്യക്രമങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങ് അല്ലെങ്കിൽ പരിപാടിയാണല്ലോ ഹിന്ദു ഏകതാ സമ്മേളനം. എപ്പോഴാകും തുടക്കമാകുക? ഇന്ന് എന്തൊക്കെ പരിപാടികളാകും അവിടെ ചാർട്ട് ചെയ്തിട്ടുള്ളത് മിഥുൻ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്ര പുരോഗതിക്കായി ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതത്തിലെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ രാജ്യത്തെമ്പാടും നടന്നു വരുന്നു. അതിലൊന്നാണ് ഹിന്ദു ഏകതാ സമ്മേളനം. രാജ്യത്തെ മുഴുവൻ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ കോട്ടയം ജില്ലയിലെ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ തുടക്കം നടക്കുന്നത്. ഇതിനോട് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ, വാഹന പ്രചരണ ജാഥ, കുടുംബ സംഗമം, പതാക ദിനം തുടങ്ങിയ പരിപാടികൾ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. വിവിധ ഹൈന്ദവ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഈ പരിപാടിയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്ര പുരോഗതിക്കായി, അത് ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കളെയും ഒന്നിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, രാഷ്ട്ര പുരോഗതിക്കായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കും. RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിനോട് അനുബന്ധിച്ചാണ് കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടക്കമായി കോട്ടയത്തെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ഇന്ന് ഈ സമ്മേളനത്തിന് തുടക്കമാവുകയും ചെയ്യുന്നത്. ആയിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളാകും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ജാതിഭേദമന്യേ ഹൈന്ദവ വിശ്വാസികളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ അത് രാഷ്ട്ര പുരോഗതിക്കും ഏറ്റവും പ്രധാനമായ ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരതയായിട്ടുള്ള ബംഗ്ലാദേശിലെ ഹിന്ദു നരഹത്യ, വംശഹത്യക്കെതിരെ ഇന്ന് നടക്കുന്ന ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ കോട്ടയത്ത് പ്രമേയവും അവതരിപ്പിക്കും. തീർച്ചയായും ഞാനും ഉണ്ട് കേട്ടോ, അശ്വതി മാത്രമല്ല, ഞാനും ഉണ്ട് ഇവിടെ. എന്നെയും കൂടെ ഒന്ന് പരിഗണിക്കുക. എന്തായാലും മിഥുന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ഹിന്ദുക്കൾ ഒന്നിക്കേണ്ട ഒരു സമയമാണ് ഇത്. കുംഭമേളയെക്കുറിച്ച്, മഹാമാഘ മഹോത്സവത്തെക്കുറിച്ച് എന്തെല്ലാം നെഗറ്റീവ് കമൻസാണ് വരുന്നത്. വായിച്ചിരുന്നോ അത്? അശ്വതിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? മഹാമാഘ മഹോത്സവം അതിഗംഭീരമായി തന്നെ നടന്നു. വലിയ രീതിയിലാണ് അത് വിജയിച്ചൊരു പരിപാടിയാണ്. അതിനെതിരെ ചില യൂട്യൂബർമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പരിപാടി എന്തോ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഇതൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. BJPക്ക് ഭരണം പിടിച്ചെടുക്കാനുള്ള ഉപാധികളായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നന്ദഗോവിന്ദം ഭജൻസും അവരെയും കൂടി ഈ ചിത്രത്തിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നെഗറ്റിവിറ്റിയെക്കാട്ടി കൂടുതൽ അതിനെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇവിടെയുള്ള ഈ ഹിന്ദുക്കളായ ജന്തുക്കൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അഭിസംബോധന ചെയ്യരുത്. സ്വാഭാവികമായും ശരി, കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവാം. ഒരു തിരിച്ചറിവ് ഹിന്ദുക്കൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് ഉത്തേജനം പകരുന്ന ഏകതാ സമ്മേളനങ്ങൾക്ക്. പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലോറ് കുറച്ച് മനോഹരമാക്കാൻ നമ്മുടെ ഒരു പ്രത്യേക അതിഥി എത്തുന്നുണ്ട്. അതിലേക്ക് പോകാം, ഇപ്പോൾ പറയണ്ട. കുറച്ച് കമൻറ്റുകളുണ്ടൊന്ന് വായിക്കാം. ആദ്യം നമ്മുടെ ഉഷ ചേച്ചി
പപ്പൻ, മോഹൻദാസ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം വായിക്കാൻ പറ്റില്ല, എന്തായാലും പറയാം. ഉഷ ചേച്ചി പറയുന്നുണ്ട്, ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യം ഹിന്ദു ഭക്തർക്ക് തീരുമാനിക്കാൻ കഴിയണം. പിന്നെ ആന്റണിയുടെ കാര്യത്തിൽ പപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് 100 രൂപ വായ്പയ്ക്ക് എത്രമാത്രം നൂലാമാലകളാണ്, ബോണ്ടില്ലാതെ എങ്ങനെയാണ് 2 കോടി രൂപ കൊടുത്തത്. അതുപോലെ BJP വന്നാൽ കേരളം ശരിയാകുമെന്നൊക്കെ പറയുന്നുണ്ട്. BJPക്ക് മാത്രമേ ഇനി ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പ്രദീപ് പറഞ്ഞു. ഇതിനിടയ്ക്ക് എനിക്ക് അനിൽ നമ്പ്യാർക്കും ഒരുപാട് പേര് ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ വന്ന് ലാൽ സലാം അവതാരകർക്കും എന്ന് പറയുന്നുണ്ട്. ഒരുപോലെ ഒപ്പം മണിയൻ പിള്ള രാജുവിനെതിരെ ആരോപണങ്ങൾ ഇതിനു മുൻപ് വന്നിട്ടില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രപ്പോസ് ഡേ ആണ്, ഒരുപാട് പ്രപ്പോസൽസ് ഇതിൽ വരുന്നുണ്ട്. അനിൽ നമ്പ്യാർക്കും ഉണ്ട്, വിഷമിക്കണ്ട. അതെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? ഒരു കാര്യം കൂടി, രണ്ടുപേരും കൂടി ഇങ്ങനെ അടി കൂടല്ലേ രാവിലെ തന്നെ. കുട്ടിയുടെ പോയിന്റ് കറക്റ്റ് ആണ് കേട്ടോ. കുട്ടിന്ന് ഉദ്ദേശിച്ച എന്നെ തന്നെ ആയിരിക്കില്ലേ? എന്തായാലും അതുപോലെ മറ്റ് ചാനലിലെ അവതാരികമാരെയൊക്കെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള ശൈലിയുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ സക്സസ്ഫുൾ ജേർണലിസ്റ്റാണ്, കമ്പയർ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ആളുകളെ വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. നടക്കട്ടെ, അതിലൊന്നും യാതൊരു പരാതിയില്ല. അപ്പൊ നമുക്ക്